ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടനെ കൈവിടാതെ നിലമ്പൂരിന്റെ മണ്ണ് 11,005 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് നിലമ്പൂരുകാർ സ്നേഹത്തോടെ ബാപ്പൂട്ടി എന്ന് വിളിക്കുന്ന UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കുന്നത്. വോട്ടെണ്ണലിന്റെ ആദ്യ മിനിറ്റുകൾ മുതൽ കാര്യമായ മുൻകൈ ആര്യാടൻ ഷൗക്കത്ത് നേടിയിരുന്നു. 2 റൗണ്ടിൽ ഒഴികെ ബാക്കി എല്ലാ റൗണ്ടിലും ഷൗക്കത്ത് തന്നെയായിരുന്നു മുന്നിൽ. പോത്തുകൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളുടെ വോട്ടെണ്ണിയപ്പോൾ ചില ബൂത്തുകളിൽ മാത്രമാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജിന് നേരിയ മുൻതൂക്കം നേടാൻ സാധിച്ചത്. 9 വർഷക്കാലം LDFിനൊപ്പം നിന്ന മണ്ണാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിനും UDFിനും വേണ്ടി തിരിച്ചുപിടിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതലുണ്ടായിരുന്ന എല്ലാ വിവാദങ്ങൾക്കും ഇതോടുകൂടി മറുപടിയായിരിക്കുകയാണ്. 34 വർഷം പിതാവ് ആര്യാടൻ മുഹമ്മദിനെ MLA ആക്കിയ നിലമ്പൂരുകാർ അദ്ദേഹത്തിന്റെ മകനെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. 2016 PV അൻവറിനോട് നിലമ്പൂരിൽ പരാജയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് അൻവർ ഒഴിഞ്ഞ അതേ സീറ്റിലേക്ക് മത്സരിച്ച കന്നി അംഗമായി നിയമസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്വപ്രയത്നത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സിനിമാ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ് ആര്യാടൻ ഷൗക്കത്തിന്റേത്. നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയായ ആര്യാടൻ ഷൗക്കത്ത് 14-ാം വയസ്സിൽ നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടിയാണ് സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്.